രാധിക മോളോ? എന്താ മോളെ? ഒന്നുമില്ല ഫിദ മാഡം. ഫിദ മാഡത്തിനെ കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ, അപ്പോ ഒന്ന് കാണാന്ന് വെച്ച് കേറിയതാ. നന്നായി മോളെ. എപ്പോഴും പറയൂല്ലോ മോളെ പ്രസവിച്ചമ്മയെ നേരിട്ട് കണ്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന്. ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട് മാഡം. എന്നെങ്കിലും ആ വേഷം കെട്ടുകാരി അമ്മേന്റെ മുന്നിൽ വന്നാ ഞാനത് ചോദിക്കുകയും ചെയ്യും. നന്നായി. എത്രയും പെട്ടെന്ന് മോളും മോളുടെ അമ്മയെ കാണട്ടെ. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതെന്താ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നേ? അതത്ര ശരിയല്ലല്ലോ. അത് ശ്യാമയ്ക്ക് കൃഷ്ണനെ വലിയ ഇഷ്ടായതുകൊണ്ടാ. കേട്ട് ഞാനും അങ്ങനെ ആയിപ്പോയത്. അയ്യടാ, ഇത്രയും കാലം എന്നെ ഈ വേഷത്തിൽ കയറി പറ്റിച്ചിട്ട് വീണ്ടും പറ്റിക്കാൻ നോക്കുകയാണോ? രാധിക മോളൊരു സർപ്രൈസ് കൊണ്ടുവരുമ്പോ തിരിച്ച് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്ന് ഞങ്ങൾ കുറെ ആലോചിച്ചു. എന്നിട്ട് കണ്ടുപിടിച്ച മാർഗമായത്. ഇത് വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഇനി സർപ്രൈസ് തന്നവർക്ക് കൂടി കിട്ടണ്ടേ? അതെ, ഇനി വന്നേ. ഇനി ഞാൻ ഭക്ഷണം വിളമ്പി തരാം. വാ, വന്നിരിക്കെ. വാ. ആ അതെ, ശ്യാമയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലേ എന്നെ വല്യമ്മയെന്ന് വിളിച്ചാ മതി. അമൃത മേഡം എന്നുള്ള വിളി കേൾക്കുമ്പോഴേ ദേഷ്യം വരുവാ. എന്നിട്ടേ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്റെ പേര് എന്നെ പറ്റിച്ചെന്റെ കണക്ക് ചോദിക്കാൻ നിന്നാലേ പെട്ടുപോകും രണ്ടാളും. അമ്മ കഴിച്ചേ? കഴിക്കേ. മോള് കഴിക്കുന്നില്ലേ? ഇല്ല, ഇന്ന് ഞാൻ അമ്മ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കാൻ പോവാ. കഴിക്കേ. ഭക്ഷണം വലിയ കുഴപ്പമില്ല. പക്ഷേ ചിലതിലൊക്കെ ഉപ്പും പുളിയും പിടിക്കാത്ത പോലെ. തിരക്കിട്ട് ചെയ്തതല്ലേ, ചിലപ്പോ അതിന്റെ ആയിരിക്കും. ഞാനെല്ലാം കഴിച്ചു നോക്കിയാണല്ലോ. ഉപ്പും പുളിയൊക്കെ പാകത്തിനാ. അമ്മ പറയട്ടെ. അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ല കുട്ടി. ഭൂമിയിൽ അമ്മ കഴിക്കുന്ന ഏറ്റവും രുചി കൂടിയ ആഹാരം അത്രേ. കേട്ടല്ലോ. ഞാനൊന്ന് ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ദേ, ഓരോന്നിന്റെ ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ നിയന്ത്രണം പോയിരിക്കുവാ.